എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സഭാവിശ്വാസികൾ സഭാദ്രോഹികളാണെന്നും അവർക്കെതിരെ നടപടി എടുക്കണമെന്നും ആവശ്യപ്പെട്ട് തലശ്ശേരിയിലെ പല വൈദികരെ കൊണ്ടും ചില സംഘടനകളെ കൊണ്ടും പ്രസ്താവനകൾ കൊടുക്കുന്നത് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതിന്റെ പിന്നിലെ ഉദ്ദേശ ലക്ഷ്യം സഭാവിശ്വാസികൾ ഇതിനകം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുമുണ്ട്. ആത്മീയ നേതാക്കൾ രാഷ്ട്രീയ നേതാക്കളുടെ ശൈലിയിൽ പ്രവർത്തിക്കുന്നതാണ് സഭയ്ക്ക് ആപത്ത്. രാഷ്ട്രീയക്കാർ പാർട്ടിയും അധികാരവും പിടിച്ചെടുക്കാൻ കാണിക്കുന്ന കുടിലബുദ്ധി സഭയിലും കയറിക്കൂടിയിരിക്കുകയാണ്. അതിന്റെ ആപത്താണ് എറണാകുളത്ത് മാത്രമല്ല സഭ മൊത്തം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു. തലശ്ശേരി മുൻ ആർച്ച് ബിഷപ്പ് ഒരു ചാനലിൽ പറഞ്ഞത് എത്രയേറെ ശരിയാണ്. മാർ പാമ്പ്ലാനിയെ എറണാകുളം മെത്രോപൊളിറ്റൻ വികാരിയായി മെത്രാൻമാർ രഹസ്യ വോട്ടിട്ടാണ് ആക്കിയത് എന്ന് പറയുന്നു. അതിൽ ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട്. വേറെ ആര് വന്നാലും അദ്ദേഹം വിമതരുടെ ഒപ്പം ചേർന്ന് സഭയെ പൊതുസമൂഹത്തിൽ കലക്കും. എന്നാൽ അതിന് കാരണക്കാരനായവനെ അല്ലെങ്കിൽ കള്ളനെ താക്കോൽ ഏൽപ്പിക്കും പോലെ ചെയ്തു എന്നാണ് ചില മെത്രാന്മാർ തന്നെ അടക്കം പറയുന്നത്. അത് അറിഞ്ഞോ അറിയാതെയോ ആയിരിക്കാം വിമതരെ പരസ്യമായി മടിയിലിരുത്തി താലോലിക്കുന്നതും സഭാസ്നേഹികളോട് പിശാശ് കുരിശ് കാണും പോലെ പെരുമാറുന്നതും. തലശ്ശേരിയിലെ ഫാൻസ് അസോസിയേഷൻകാരോട് ഒന്നേ പറയാനുള്ളൂ, ഈ മാൻഡ്രേക്കിനെ നിങ്ങൾ തന്നെ തിരിച്ചെടുത്തുകൊള്ളുക. ഞങ്ങൾക്ക് വേണ്ട എന്നാണ് എറണാകുളത്തെ വിശ്വാസികളുടെ അഭിപ്രായം തന്നെ. ഇനിയെങ്കിലും എറണാകുളം വിശ്വാസികളുടെ വികാരം മനസ്സിലാക്കി അദ്ദേഹത്തോട് ഉപദേശിച്ചാൽ നന്നായിരിക്കും. ഇല്ലെങ്കിൽ സഭയെ മൊത്തത്തിൽ വെളുപ്പിച്ച് ഒരു പരുവത്തിലാക്കും. ഇനിയും എന്താക്കാൻ? അതുകൊണ്ട് ദയവ് ചെയ്ത് മാർ പാമ്പ്ലാനി എറണാകുളത്ത് നിന്നും തിരിച്ചു പോകുക തന്നെ വേണം. ഇനിയും സഭയ്ക്ക് പിടിച്ചു നിൽക്കാൻ ശേഷിയില്ല. മറ്റു മെത്രാന്മാർ മൗനത്തിലുമാണ്. കഷ്ടം തന്നെ.